So, നമ്മൾ പുതിയ ചാപ്റ്ററാണ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എല്ലാ ക്ലാസ്സിലെയും പോലെ നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് നമ്മൾ പഠിച്ചതെന്നൊന്ന് റീകാൾ ചെയ്തിട്ട് പോകാം. സോ ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി ഡിസ്കസ് അബൌട്ട് multiplication of numbers and the word problems based on multiplication. ഓക്കെ, നമ്മൾ കൊച്ചു ക്ലാസ്സിലോട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഈ ചാപ്റ്ററിന് ഒന്ന് റിവൈസ് ചെയ്യണം, ഒന്ന് എന്താണ് അതിൻ്റെ ആ ബേസ്മെൻ്റ് ഒന്ന് ഉറപ്പിക്കുകയാണ്. മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളത് കുറച്ച് അഡ്വാൻസ്ഡ് വേർഡ് പ്രോബ്ലംസും ലാർജ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനൊക്കെയാണ് നോക്കിയത്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിവിഷൻ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഡിവിഷൻ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ചെയ്തിട്ടുണ്ട്, ഡിവിഷൻ ചെയ്തിട്ടുണ്ട്, ഡിവിഷൻ ബേസ് ചെയ്തിട്ടുള്ള വേർഡ് പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറേ നമ്പേഴ്സ് ഒന്ന് ഡിവൈഡ് ചെയ്യാൻ ആദ്യം നോക്കുന്നു, കുറച്ച് നമ്പേഴ്സിന് ഡിവിഷൻ, ക്വോഷ്യന്റ്, റിമൈൻഡർ ഇതൊക്കെ കിട്ടുമെന്ന് നോക്കുന്നു. പിന്നെ നമ്മൾ അത് വെച്ച് വേർഡ് പ്രോബ്ലംസ് ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ നമുക്ക് സമയം കളയണ്ട, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് ഡിവിഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. Find the quotient and remainder. Find the quotient and remainder of the following. Okay. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം ക്വോഷ്യന്റും റിമൈൻഡറും കണ്ടുപിടിക്കുക. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് പോലെ ചെയ്ത് നോക്കുന്നുണ്ട്. ഈ ചാപ്റ്റർ ജസ്റ്റ് പ്രാക്ടീസ് ചാപ്റ്റർ. ഇതിനുശേഷം നമുക്ക് ഒന്നുകൂടെ വേർഡ് പ്രോബ്ലം ചെയ്യണം. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ്റെ 1-2 പ്രോപ്പർട്ടീസ് ഒക്കെ വരണം. അത്രേ ഉള്ളൂ ചാപ്റ്റർ, വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. സോ നമ്മൾ സമയം കളയാം, നമുക്ക് നമ്മുടെ ഡിവിഷനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 64/4 ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫസ്റ്റ് ഡിവൈഡ് ചെയ്യുന്നു 64 ഡിവൈഡ് ബൈ 4. ഓക്കെ, ഫസ്റ്റ് പ്രത്യേകിച്ച് എടുത്തൊന്നും ബേസ് തൊട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്താണ് 4 1s are 4, 4 2s are 8, therefore 4 1s are 4 അല്ലേ. 4 1s are 4 and the remainder 2, 4 downwards. Next 4ന്റെ ടേബിളിൽ 6 4s are 24. കുറച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് ഞാൻ വർക്കായിട്ടങ്ങ് തരാം, കാരണം ഇത് നമ്മൾ ഇൻട്രാക്റ്റീവ് ക്ലാസ്സിൽ ചെയ്യുന്ന പോലെ അത്ര എഫക്റ്റ് ആവില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നെക്സ്റ്റ് 456 by 10. നമ്മളിങ്ങനെയൊക്കെ വന്നാൽ ഡെസിമൽ ഫോം എഴുതാൻ പഠിച്ചില്ല. എന്തായാലും ഡെസിമൽ ഫോം 456/10ന്റെ 45.6. സത്യത്തിൽ 45.6. നിങ്ങൾ ഡെസിമൽ ഫോം പഠിച്ചെങ്കിൽ ഇതിൻ്റെ ക്വോഷ്യന്റ് റിമൈൻഡർ എഴുതാൻ, ക്വോഷ്യന്റ് റിമൈൻഡർ എന്ന് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് മാറ്റി എഴുതണം. ഇങ്ങനെ മാത്രം എഴുതിയാൽ പോരാ. ക്വോഷ്യന്റ് 16, റിമൈൻഡർ 0. അറിയാലോ, ക്വോഷ്യന്റ് 16, റിമൈൻഡർ 0. ഇനി ഇത് ചെയ്ത് നോക്കാം. അപ്പോൾ 10 4s are 40 ആണെന്ന് അറിയാം, 10 5s are 50 ആണ്. അപ്പോൾ 10 4s are 40, 56, 10 5s are 50. ഇനി പറ്റുമോ? ഇനി ഡിവിഷൻ പോസിബിൾ ആണ്, അത് ഡെസിമൽ പോയിന്റ് ഇട്ടുള്ള ഡിവിഷൻ നിങ്ങൾക്ക് ഇപ്പോഴേ ഇല്ല. സോ ഇവിടെ വരെ മതി. സോ ഇവിടെ ക്വോഷ്യന്റ് 45 ആൻഡ് ദ റിമൈൻഡർ 6. നമ്മൾ ഇതിന് ഡെസിമൽ ഫോം പറയാൻ വേണ്ട 45.6 എന്ന്. അതിൽ പോയിന്റിന് മുമ്പുള്ള എന്താണ് ക്വോഷ്യന്റ്, പോയിന്റ് കഴിഞ്ഞുള്ള എന്ത് കിട്ടി റിമൈൻഡർ. ഈ 10 100,000 ഇതുകൊണ്ടുള്ള ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും എപ്പോഴും എളുപ്പമായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 827/30. 827/30. സോ 30 into 1, 30 into 2 നമ്മൾ ചെക്ക് ചെയ്യാം. 13 4s are 52, 13 5s are 65, 13 6s are 78, 47, 13 3s are 39. Remain right. Therefore quotient 63 and the remainder 8. നമുക്ക് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് വേർഡ് പ്രോബ്ലംസ് ആണ്. സോ ഇനി അടുത്ത 2 ക്വസ്റ്റ്യൻ ചെയ്യാണ്ട് അതിന് വേണ്ടി ഞാൻ ചെയ്തിരിക്കുന്ന ഈ സ്റ്റെപ്പ് ഒന്ന് റിമൂവ് ചെയ്യാം. നിങ്ങൾക്ക് നോട്ട്ബുക്കിലാകുമ്പോൾ നമുക്ക് ഓരോന്നും നേരെ ചെയ്തു പോകാം. ഓക്കെ, our next question 4896 divided by 9. First 9 ones are 9, 9 twos are
18 and 3s are 27, 9 4s are 36, 9 5s are 45. Next 9 6 are 54, അതുകൊണ്ട് 9 5s are 45. So 48 minus 45, 3, 0 and 9 downwards. Next 9 4s are 36, 3 6, 9 4s are 36. Okay, so here quotient 544, remainder 0. Next question, 6002 divided by 29. So 6002 divided by 29, 29 into 2 58, 29 into 3 എന്തായാലും 29 to 58, 1 1, 0 downwards. Next number 29 to 3, 29 3s are 60, 9 3s are 27, so 87, 29 to 4, അപ്പോൾ എന്തായാലും അതിന് മുകളിൽ പോകും. ഡൗട്ട് ഉള്ളത് ഇങ്ങനെ ചെയ്ത് തന്നെ നോക്കണം കേട്ടോ. 29 to 3 ആണ് എനിക്ക് കിട്ടിയത്. 29 to 3 27 to 87. ഇപ്പോൾ 29 into 4 ചെയ്യുമ്പോൾ 6 3 2 4s are 8 plus 3 160 ഇതിൻ്റെ മുകളിൽ പോയി. So 29 into 3 87. Subtract ചെയ്യാം. ഇവിടെ 3 132. ഓക്കെ, ഇനി എത്ര വരും? സോറി 132 അല്ല, 3 2, ഇവിടെ 0 10 ആവും, ഇവിടെ 1 മാറി, ഇവിടെ 1 ആയിരുന്നു, അപ്പോൾ ഇവിടെ 0 ആവും, ഇപ്പോൾ 10 ആവും, 2 ആവും, 232. സോ നമ്മളിപ്പോൾ 4 വരെ ഇവിടെ ചെയ്ത് നോക്കി. അപ്പോൾ ഇനി 29 into 5 6 7 നോക്കാം നമുക്ക്. സോ 9 7s are 63, 3 40 203. അപ്പോഴും ചെറുതാണ്. അപ്പോൾ ഇനി 29 into 8 നോക്കാം. 72 7, 8 2s are 16, 16 plus 7 23. So 29 into 8 232, remainder 0. So quotient 238 and the remainder is 0. എപ്പോഴും റിമൈൻഡർ 0 ആവണമെന്നില്ല, കണ്ടില്ല ഈ കേസിലൊക്കെ നമുക്ക് തരുന്ന പ്രോബ്ലത്തിനനുസരിച്ചിരിക്കും. നമുക്ക് ഫൈൻഡ് ദ ക്വസ്റ്റ്യൻ ആൻഡ് റിമൈൻഡർ എന്ന് ചോദിക്കാം. വേർഡ് പ്രോബ്ലം ആണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. സോ ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. നമുക്ക് വേർഡ് പ്രോബ്ലത്തിലൂടെ പോവാം. സോ ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡു സം വേർഡ് പ്രോബ്ലംസ്. നമ്മൾ വേർഡ് പ്രോബ്ലത്തിൽ കിടക്കുകയാണ്. നമുക്ക് 1-2 വേർഡ് പ്രോബ്ലം ചെയ്യാം. പിന്നെ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പ്രോപ്പർട്ടീസ് പഠിക്കാം. അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, കുറച്ച് ഒരു 8 പ്രോപ്പർട്ടീസ് ഉണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ. നിങ്ങൾക്ക് അറിയാവുന്ന പ്രോപ്പർട്ടീസ് ആണ്. ആ പ്രോപ്പർട്ടീസ് വെച്ചൊരു കുറച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമുക്ക് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ ആ ടൈമിൽ നമുക്ക് 1-2 വേർഡ് പ്രോബ്ലം ചെയ്യാം. സോ ഇപ്പം നമ്മൾ ഡിവിഷൻ്റെ പഠിച്ച ഫീഡ്ബാക്കിന് വേണ്ടി 1-2 വേർഡ് പ്രോബ്ലം ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. 672 books are packed in boxes. സോ കുറച്ച് ബോക്സിൽ 672 ബുക്സ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇഫ് one box has 24 books, how many boxes are needed? സോ 672 ബുക്സ് കുറച്ച് ബോക്സസിൽ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഒരു ബോക്സിൽ 24 ബുക്ക് ഉണ്ടെങ്കിൽ എത്ര ബോക്സ് വേണ്ടി വരും? സിമ്പിൾ ലോജിക്കൽ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി ചോദിച്ചാൽ, കുറേ പെന്നുണ്ട്, ഒരു പേനയ്ക്ക് 2 രൂപ. The cost of 1 pen is 2 rupees. If I give 20 rupees to a shopkeeper, how many pens? ഒരു പേനയ്ക്ക് 2 രൂപ. ഞാൻ 20 രൂപ കടയിൽ കൊടുത്തെങ്കിൽ എത്ര പേന ഉണ്ടായിരിക്കും? 10 അല്ലേ? എങ്ങനെ കിട്ടി? 20 divided by 2 അല്ലേ? ഇവിടെ അത് തന്നെ. ടോട്ടൽ 672 ബുക്സ് ഉണ്ട്. ഒരു ബോക്സിൽ 24 ബുക്സ് ഉണ്ടെങ്കിൽ എത്ര ബോക്സ് വേണമെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? നമ്മൾ
ടോട്ടൽ ഡിവൈഡ് ബൈ ഒരെണ്ണത്തിൻ്റെ നമ്പർ. ഓക്കെ, ഇപ്പോൾ നമുക്ക് സ്റ്റെപ്പ് എഴുതി ചെയ്യാം. ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ്. സോ വേർഡ് പ്രോബ്ലത്തിന് സ്റ്റെപ്പ് എഴുതിയിരിക്കണം 672 അല്ലേ. നമ്പർ ഓഫ് ബുക്സ് ഇൻ വൺ ബോക്സ്. ഒരു ബോക്സിൽ 24. ടോട്ടൽ നമ്പർ ഓഫ് ബോക്സസ് നീഡഡ്. എത്ര ബോക്സ് വേണം? 672 ഡിവൈഡ് ബൈ 24. സോ നമുക്ക് ചെയ്യാം. 672 ഡിവൈഡ് ബൈ 24. 24 into 1 24, 24 into 2 48. അപ്പോൾ 24 into 3 എടുക്കുമ്പോൾ 72. സോ അത് മേളിൽ വരും. സോ 24 into 2 48. സോ 9 19 2. ഇനി 24 into എത്ര? 24 into 10 ആയി കഴിഞ്ഞാൽ 240. അപ്പോൾ 24 10ന് മുമ്പ് നമുക്ക് റിവേഴ്സ് ചെയ്ത് നോക്കാം. അങ്ങനെ അപ്പോൾ 24 into 9 6 3 260. അത് മോഡി. ഇപ്പോൾ 24 into 8 നോക്കാം. ഇനി 32 2 3 192 നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. 824 into 192 remainder 0. So how many boxes are needed? We want 28 boxes. നമുക്ക് റിവൈസ് ചെയ്ത് ഞാനിപ്പോൾ ഒരു റൗണ്ട് ഫിഗർ നോക്കിയതാ. 24 into 10 240 ആണെന്ന് അറിയാം. 240 ചെറിയ നമുക്ക് താഴോട്ട് നോക്കി എങ്ങനെ വേണം ചെക്ക് ചെയ്യാം. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. Next question, the same pattern question. 836 people are watching a movie in a hall. If the hall has 44 rows, how many people can sit in one row? നേരത്തെ ചോദിച്ചോളാം. നേരത്തെ നമുക്ക് തന്നിരുന്ന എന്താ? ടോട്ടൽ ബോക്സ്. ഒരു ബോക്സിലെ ബുക്ക് എത്ര ബോക്സ് ഉണ്ട്? നേരെ തിരിച്ച് ടോട്ടൽ വന്നിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് ടോട്ടൽ റോസിൻ്റെ ആണെന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു റോയിൽ എത്ര പേർക്ക് ഇരിക്കാം? നമ്മുടെ ക്വസ്റ്റ്യൻ തിരിച്ച് ഞാൻ മുമ്പേ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ. ഞാൻ 20 rupees കടക്കാരന് കൊടുത്തു എങ്കിൽ ഞാൻ ഇപ്പോൾ 20 rupees കടയിൽ കൊടുത്തു. അപ്പോൾ എനിക്ക് 10 പെൻ കിട്ടി. അങ്ങനെയെങ്കിൽ ഒരു പെന്നിൻ്റെ വില എത്ര ആയിരിക്കും? 20/10 2. എല്ലാം ഡിവിഷൻ്റെ ക്വസ്റ്റ്യൻ. സോ വേർഡ് പ്രോബ്ലം ആയിട്ട് നമ്മൾ സ്റ്റെപ്പ് എഴുതുമ്പോൾ കൂടുതലൊന്നും ഡീറ്റെയിൽസ് പറയുന്നില്ല. അപ്പോൾ എന്താ? ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ. ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ 836. ഓക്കെ. ഇനി total number of rows. Number of persons in one row. That is equal to 836 divided by 44. നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 836 divided by 44. 44 into 1 44, 44 into 2 88. അപ്പോൾ 44 into 1 ആണ് 44. So here 9. ഇവിടെ 7 ആവും 396. So ഇനി 44 നമുക്ക് നോക്കാം. 44 into 10 440. മുമ്പ് ചെയ്തപോലെ തന്നെ 44 into 9 നോക്കട്ടെ. 44 into 9 36 3 36 plus 13. ഓക്കെ, പെട്ടെന്ന് കിട്ടി. റിവേഴ്സ് നോക്കിയപ്പോൾ 396. സോ നമ്മുടെ ആൻസർ നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ വൺ റോ ഈസ് ഈക്വൽ ടു 19 persons. സോ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ചെയ്യാൻ റെഡി ആയിരിക്കും. പ്രോബ്ലംസ് എല്ലാം പ്രാക്ടീസ് ചെയ്യാം. സോ നമ്മൾ ഒരുപാട് ചെയ്ത് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഓക്കെ സ്റ്റുഡൻസ്, we can conclude today's section. We will see you on the next class. നമുക്കപ്പം നെക്സ്റ്റ് ക്ലാസ്സിലെ പ്രോപ്പർട്ടീസും പറ്റും വന്നിട്ടുണ്ട് വേർഡ് പ്രോബ്ലംസും ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? എല്ലാം ചെയ്ത് പഠിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.